സൃഷ്ടി തൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ ദൈവസ്നേഹം. തൻ്റെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ മാത്രം കണ്ടു പരിചയിച്ച മനുഷ്യന് അതിനോട് പൊരുത്തപ്പെടാൻ ലേശം പ്രയാസമാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് എല്ലാം തിരിച്ചറിയുന്ന മനുഷ്യന് കൺമുൻപിൽ ദൃശ്യനാകാത്ത ദൈവത്തെ തിരിച്ചറിയാൻ അനുഭവേദ്യമാക്കാൻ കാലങ്ങളോളം പരിശ്രമിക്കണം. തിരിച്ചറിയാനാവാത്ത പ്രായത്തിൽ ഒരു ശിശു തൻ്റെ ചേഷ്ടകളിലൂടെ തൻ്റെ സൃഷ്ടാവിന് സ്തുതി പാടുന്നതും പുഞ്ചിരിക്കുന്നതും നാം നോക്കി നിന്നിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ ഒരു നവജാത ശിശുവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനം വളരെ പ്രതീക്ഷയിൽ ഒരു ദൈവിക ചൈതന്യത്തിൻ്റെ ആവിർഭാവമായി നാം കരുതുന്നു. അത് ശിശു വളരും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നതും കാണാം. എന്തു തന്നെ ആയാലും സൃഷ്ടി തൻ്റെ സൃഷ്ടാവിനെ അറിയുന്നതാണ് പരമപ്രധാനം. കാണപ്പെടാത്തത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണല്ലോ വിശ്വാസം. ഈ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നമ്മെ നയിക്കുന്ന, നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും അറിയുന്ന ദൈവം ഓരോ വ്യക്തികളിലും വസിക്കുന്നു. നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ ശക്തനാണ്. ദൈവത്തിൻ്റെ ചൈതന്യം, ആത്മാവ് നമ്മിൽ വസിക്കണമെങ്കിൽ നമ്മൾ ഒരു ശുദ്ധീകരിച്ച പാത്രമായി മാറേണ്ടിയിരിക്കുന്നു. ആത്മാവ്, മനസ്സ്, ശരീരം, പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം വൃത്തിയാകണം. ഒരു വിശുദ്ധീകരണം ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു. അതായത് വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണുക സാധ്യമല്ല.